പൊങ്ങ് കാമ്പല്ല, മുളച്ച് കഴിയുമ്പോൾ രൂപപ്പെട്ട് വരുന്നതാ. പിന്നെന്താ തേങ്ങാപ്പാല്, തേങ്ങാപ്പീര, ഇതൊക്കെ തന്നെ കാമ്പിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് തന്നെയാണ് മേജർ പ്രോഡക്ട്സ്, അതായത് പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ, കൊപ്ര വരും, തേങ്ങാപ്പാല് വരും, തേങ്ങാപ്പീര, അതുപോലെ നേരത്തെ പറഞ്ഞ തേങ്ങാപ്പീര ഉണക്കിയാൽ അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറായി. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് അറിയാലോ, ഇത് വെളിച്ചെണ്ണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയും. അതിൻ്റെ ഒരു ഇതാണ് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ട്. പിന്നെ തേങ്ങാപ്പാല്, തേങ്ങാപ്പാൽ പൊടി, അല്ലേ? തേങ്ങാപ്പാൽ പൊടി അറിയാലോ, നമ്മൾ സാധാ പാൽപ്പൊടി പോലെ തന്നെ തേങ്ങാപ്പാൽ പൊടി, നമുക്ക് അതിൽ വെള്ളം ചേർത്താൽ അത് തേങ്ങാപ്പാലായിട്ട് ഉപയോഗിക്കാം. അപ്പം ഇത്രയൊക്കെ പ്രധാനപ്പെട്ട കാമ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇനി നമുക്ക് വെള്ളം എടുക്കുകയാണെങ്കിൽ, തേങ്ങാ വെള്ളം എടുക്കുകയാണെങ്കിൽ അത് മൂപ്പെത്തിയ തേങ്ങയുടെ വെള്ളമാകാം, ഇളനീരുമാകാം, രണ്ടും. മൂപ്പെത്തിയ തേങ്ങ നമ്മൾ സാധാരണമായിട്ട് തേങ്ങ വെള്ളം അതിൻ്റെ ഒരു വാല്യൂഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊപ്ര, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ഇതൊക്കെ യൂണിറ്റുകളിലൊക്കെ വലിയ അളവിൽ വേസ്റ്റ് ആക്കി കളയുന്ന ഒരു ഉൽപ്പന്നം, ഒരു ബൈ പ്രോഡക്റ്റ് ആണ് മൂത്ത തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുമ്പോൾ വലിയ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ അത് ഇപ്പം എണ്ണമയിലുണ്ടെന്ന് പറഞ്ഞില്ലേ, വലിയ യൂണിറ്റുകളൊക്കെ ആണെങ്കിൽ അത് നമുക്കതൊരു പൊല്യൂഷൻ്റെ പ്രശ്നവും കൂടെ, നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കി കളയാനും പറ്റത്തില്ല. അത് ഭയങ്കര സ്മെല്ലാവും, കുളിച്ച്, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പം അതിനെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗമാണ് അതിനെ എന്തെങ്കിലും വിനാഗിരി ആക്കുക, അല്ലെങ്കിൽ നാറ്റാഗിരി കോക്കോ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ സ്ക്വാഷ്, തേങ്ങാവെള്ളത്തിൽ നിന്ന് സ്ക്വാഷ്, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ആക്കി മാറ്റുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു വരുമാനം ലഭിക്കും. ആ വേസ്റ്റ് ആക്കി കളയാതെ ആ ഒരു തേങ്ങാവെള്ളത്തെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് വിനാഗിരി. വിനാഗിരി നമുക്കറിയാമല്ലോ, ചൊക്ക എന്നൊക്കെ പറയും. കോക്കനട്ട് വാട്ടർ വിനീഗർ, അത് സാധാരണ ആപ്പിൾ സിഡാർ വിനീഗർ നമുക്കറിയാം, അത് ഒരു നാച്ചുറൽ വിനീഗറാണ്. കോക്കനട്ട് വാട്ടർ, അല്ലെ തേങ്ങാ വെള്ളത്തിൽ നിന്നുള്ള വിനാഗിരി ഒരു നാച്ചുറൽ വിനാഗിരി തന്നെയാണ്. നമ്മൾ ഏതൊരു മധുരമുള്ള ഒരു പദാർത്ഥത്തിൽ നിന്നും നമുക്ക് വിനാഗിരി നിർമ്മിച്ചെടുക്കാൻ പറ്റും. ഷുഗർ മതി, ആ ഷുഗർ ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയ, ഈസ്റ്റും ആ ഒരു സൊല്യൂഷനെ ആസിഡ് ആക്കി മാറ്റും. വിനാഗിരി എന്ന് പറയുന്നത് അസറ്റിക് ആസിഡ്. നമ്മൾ സിന്തറ്റിക് വിനാഗിരി എന്ന് പറഞ്ഞാൽ വെറുതെ അസറ്റിക് ആസിഡ് നിറപ്പിച്ച് എടുക്കുന്നതാണ്. എന്നാൽ നാച്ചുറൽ വിനാഗർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള കുറേ കണ്ടൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, അങ്ങനെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നാച്ചുറൽ വിനീഗർ എന്ന് പറയുന്നത്. നാച്ചുറൽ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് വലിയ ഡിമാൻഡാണ്. നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. ആളുകളിപ്പോൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവർക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള സിന്തറ്റിക്കായി അധികം അല്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് വിനാഗിരി ഉണ്ടാക്കുന്നത് നാളികേര വെള്ളം ഒരു നല്ല റോ മെറ്റീരിയലാണ്. അടുത്തത് നാറ്റാഡി കോക്കോ എന്ന് പറയുന്ന ഉൽപ്പന്നം. നാറ്റാഡി കോക്കോ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? നമ്മൾ ചില ഫ്രൂട്ട് ജ്യൂസുകളുണ്ടല്ലോ,